Hi everybody, welcome to our channel. In the food zone നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ് റവ കേസരി. ഈ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരു പിടി കശുവണ്ടി പരിപ്പും ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി വെക്കുക. അതേ പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ 1.25 കപ്പ് അളവിന് റവ എടുത്തിട്ടുണ്ട്. ആ റവ നമ്മൾ അതിലേക്ക് ആ നെയ്യിലിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. റവ ഇട്ടതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കി വെച്ചാൽ മതി. അത് നന്നായിട്ട് ഇളക്കി ആ നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നെയ്യുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ റവ നല്ല മയമായി തീരും, നല്ലൊരു സ്മെല്ലും കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ചെറുതീയിൽ ആ റവയൊന്ന് ചെറിയ ചുവപ്പ് കളറിലേക്ക് മാറി വരും. അന്നേരത്തേക്ക് നമ്മളത് മാറ്റി വെക്കുക. മാറ്റി വെച്ച ശേഷം അതേ പാത്രത്തിലോ നമ്മൾ എടുത്തിരിക്കുന്ന 1.25 കപ്പ് അളവിന് ഒരു 4.25 കപ്പ് അളവിന് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് അതിലേക്ക് ഒരു 50 മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് 50 മില്ലിക്ക് അടുത്ത് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യും കൂടെ ചേർത്ത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഫുഡ് കളറാണ്. ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ലെമൺ യെല്ലോ കളറാണ്. ലെമൺ യെല്ലോ കളർ ഒരു ടീസ്പൂൺ അളവിന് നമ്മൾ ഒഴിച്ചു. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ വെള്ളം തിളച്ച് ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന റവ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. റവ മുഴുവനായിട്ട് ഇട്ടേച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി കട്ടയൊന്നുമില്ലാതെ യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് അത് വേവിക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മൂടിയെടുത്തിട്ട് ചെറിയ തീ വയ്ക്കണം. ചെറിയ തീ വെച്ച് മൂടിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ടീസ്പൂണ് അളവിൽ പൈനാപ്പിൾ എസൻസാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ ആവശ്യമുള്ള ഏത് എസൻസാണോ അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം. അതിനനുസരിച്ച് കളറും ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഓറഞ്ച് കളറും അങ്ങനെ കൊണ്ടുപോകണം. എന്ന് പറയുന്ന പോലെ നമുക്ക് ഇത് നിർബന്ധമൊന്നുമില്ല. കളർ വേണമെന്നുണ്ടെങ്കിൽ എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ എസൻസും കളറും ചേർക്കുന്നതാണ് അതിൻ്റെ ഭംഗി, കാണാനും ഭംഗി, നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും. അത് അങ്ങനെ ചേർത്ത് നമ്മൾ ഇത് ഭംഗിയായിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് 1.25 കപ്പ് അളവ് നമ്മൾ എടുത്തിരിക്കുന്ന ആ കപ്പിന് സെയിം കപ്പിന് ഒരു 1.25 കപ്പ് അളവിന് തന്നെ പഞ്ചസാര. അത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടുക. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം ഒരു 4 ഏലക്കായും അത് പൊടിച്ച് ഏലത്തരിയാണ് പൊടിച്ചിരിക്കുന്നത്. ഏലത്തരിയും കൂടെ പൊടിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പഞ്ചസാരയും ഏലക്കായുടെ പൊടിയും ഈ മിശ്രിതമായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ചേർക്കുക. മിക്സ് ചെയ്യും തോറും അത് ലൂസായി വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ജലാംശം കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് ലൂസായി വരും. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. അത് നന്നായിട്ട് കുറി വരും. വീണ്ടും പതുക്കെ ചെറുതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ആവശ്യത്തിന് അത് കുറുകി വരും. ഒരുപാട് കുറുകി പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഷേപ്പ് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ലെവലിൽ കുറുകി കിട്ടിയാൽ മതി. ഒരുപാട് ലൂസായിട്ടിരിക്കാൻ പാടില്ല. ലൂസായിട്ടിരുന്നാൽ നമുക്ക് ഷേപ്പ് നിൽക്കത്തില്ല. ഇതുപോലെ ആയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ അതിനകത്തോട്ട് ചേർക്കുക. ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കണം. അത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് തീ കൂട്ടാതെ ചെറുതീയിൽ വെച്ച് തന്നെ ഇളക്കണം. നമ്മൾ അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് സമയം ഇളക്കി വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇളക്കി ആ കൂട്ട് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഷേപ്പ് ഏതാണ് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ചുള്ള പാത്രത്തിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. നമ്മളത് വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് നെയ്യും കൂടെ അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ആവശ്യത്തിനുള്ള നെയ്യ് അതിൻ്റെ പുറമെ ഒഴിച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഏതാണ് അതിലേക്ക് ഇത് കോരിയിടണം. അങ്ങനെ കോരിയിട്ട് കഴിയുമ്പോൾ നമുക്കിതൊരു നല്ല ഷേപ്പ് കിട്ടും. നല്ല ഷേപ്പിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് കാണാൻ ഭംഗിയായിരിക്കും. വളരെ ടേസ്റ്റിയാണ്. വളരെ ഭയങ്കര രുചികരമായൊരു സംഭവമാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റും കൂടെയാണ്. അതെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളൊക്കെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ച് സ്നേഹപൂർവ്വം വിട പറയുന്നു.